നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1200 ആണ്ടിലെ മീനസംക്രമം ഉത്രം നക്ഷത്രത്തിലാണ്. മീനം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും, മിഥുനത്തിൽ കുജനും, കന്നിയിൽ ചന്ദ്രനും കേതുവും, കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റവും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ്. ഇവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. സ്ത്രീജനങ്ങളിൽ നിന്നും വേണ്ട സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് കച്ചവടത്തിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം കിട്ടാതിരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ വ്യാപാരികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് അന്യദേശവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ചില പ്രധാന കാര്യങ്ങൾക്കായി കടം വാങ്ങുവാനും ഈ നക്ഷത്രക്കാർ മടി കാണിക്കുകയില്ല. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതാണ്. നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിത ശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 5, 15, 25 തീയതികൾ അനുകൂലമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ്. ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നതാണ്. സ്ത്രീജനങ്ങളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ വിജയിപ്പിക്കുവാൻ പ്രയാസം നേരിടുന്നതാണ്. അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികകൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. അതിനാൽ ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള അവസരം ഇവർക്ക് ഒത്തുവരുന്നതാണ്.
മനസ്സ് പല കാര്യങ്ങളാലും അസ്വസ്ഥമാകുവാൻ ഇടയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയും വേണം. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 3, 19, 27 തീയതികൾ അനുകൂലമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും ധീരതയും പ്രവർത്തനക്ഷമതയും പ്രദർശിപ്പിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർക്ക് പുതിയ കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള അവസരം ഒത്തുവരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. ഇവർ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവരിൽ നിന്നും അപമാനം ഏറ്റുവാങ്ങേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രീതിക്ക് പാത്രമാകുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. എടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥാനമാറ്റവും സ്ഥലം മാറ്റവും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുപോലെ ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 15, 29 തീയതികൾ അനുകൂലമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുന്നതാണ്. അതിനാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് അന്നത്തിനും വസ്ത്രത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. പുതിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ്. സർക്കാരിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. ഈ നക്ഷത്രക്കാരുടെ മനസ്സ് പല കാര്യങ്ങളാലും അസ്വസ്ഥമാകുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ്. ജോലിസ്ഥലത്തുള്ള ചില്ലറ പ്രശ്നങ്ങൾ മധ്യസ്ഥർ മുഖാന്തിരം പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ബിസിനസ്സിൽ പലവിധ മാറ്റങ്ങളും കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. പുതിയ സൃഷ്ടികളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ്.
ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിത ശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 4, 17, 29 തീയതികൾ അനുകൂലമാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിയിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. അതിനാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ധനവിനിമയം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾക്കായി ദൂര സഞ്ചാരങ്ങൾ ആവശ്യമായി വരുന്നതാണ്. ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടേണ്ടതായി വരുവാൻ ഇടയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും. കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുവാനും നിലവിലുള്ള കൃഷിരീതികളിൽ മാറ്റം വരുത്തുവാനും ഇവർ താൽപ്പര്യം കാണിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. വ്യാപാരത്തിൽ നിന്നും ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ വ്യാപാര മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ ഭവനത്തിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട്. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തൻ്റെടവും ധീരതയും പ്രദർശിപ്പിക്കുന്നതാണ്. എടവക്കൂറിൽ ജനിച്ചവർക്ക് ധനനഷ്ടവും ജോലിയിൽ സ്ഥാനമാറ്റവും ബന്ധുജനങ്ങളിൽ നിന്നും അഭിപ്രായ ഭിന്നതകളും വന്നു ചേരുന്നതാണ്. എന്നാൽ നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർക്ക് സർക്കാരിൽ നിന്നും അനുകൂല നടപടികൾ ഉണ്ടാകുന്നതാണ്. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഇവർക്ക് ചില കാര്യങ്ങളിൽ മനോവിഷമവും നേരിടുന്നതാണ്. എന്നാൽ അപ്രതീക്ഷിത ധനാഗമവും കാര്യവിജയവും ഇവർക്കുണ്ടാകുന്നതാണ്. സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ്. എന്നാൽ അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 4, 16, 26 തീയതികൾ അനുകൂലമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതുമാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ ഇവരുടെ പ്രവർത്തന മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ കള്ളന്മാരിൽ നിന്നും ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരിൽ നിന്നും ശല്യം നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുമാറി സ്വന്തം കാര്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി കാണാം. ഇവർക്ക് അപ്രതീക്ഷിതമായ ബന്ധു സമാഗമം ഉണ്ടാകുന്നതാണ്. ചില വിലപ്പെട്ട വസ്തുവകകൾ ഇവർക്ക് സമ്മാനമായി ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷ വിജയവും ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ്. ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തുവരുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 7, 14, 26 തീയതികൾ അനുകൂലമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്.
സാമ്പത്തിക വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇവർ ജോലിയിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും കാണിക്കുന്നതായി കാണാം. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ്. ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ്. ബാങ്കിംഗ് മേഖലയിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ നക്ഷത്രക്കാർക്ക് ഭവനവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളും മറ്റും കൈവശം വന്നു ചേരുന്നതുമാണ്. ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള പ്രവണത കൂടുതലായി കാണിക്കും. എന്നാൽ ആദരിക്കേണ്ട വ്യക്തികൾക്ക് അർഹമായ പരിഗണന നൽകുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുകയും ചെയ്യും. ഇവർ ഭൂമി ക്രയവിക്രയം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകളും മറ്റും ആവശ്യമായി വരുന്നതാണ്. ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. എന്നാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതുമാണ്. കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ്. ഇവർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ്. ധനനേട്ടവും സ്ത്രീകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും മനസ്സുഖവും ഇവർക്കുണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ്. 5, 15, 26 തീയതികൾ അനുകൂലമാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായ ചില ധനനേട്ടങ്ങൾ ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനുമില്ല. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഇവർക്ക് മാനസികമായ സുഖവും സമാധാനവും കൈവരുന്നതാണ്. കുടുംബജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ്. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതുമാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനുമില്ല. സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കുന്നതാണ്. ഇവർക്ക് ചില യാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഇവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും. സ്നേഹം കൊണ്ട് ശത്രുത ഇല്ലായ്മ ചെയ്യുന്നതാണ് ഉത്തമം. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന നടത്തി വിവാഹ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. നക്ഷത്രപ്പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ കാര്യത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഗുണകരമാവുക. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. അതുപോലെ പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 12, 22 തീയതികൾ അനുകൂലമാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. കർമ്മ ഗുണവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതാണ്. ഇവർക്ക് കുടുംബ സുഖവും മനസ്സുഖവും ഉണ്ടാകുന്നതാണ്. സ്ത്രീജനങ്ങളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. എന്നാൽ അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ഉപരിപഠന രംഗത്ത് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്.
ഇവർക്ക് പലവിധ കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഈ യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തുവകകൾ അനുഭവയോഗ്യമാകുന്നതാണ്. അതിനാൽ ഇത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതിനും അനുകൂലമായ കാലമാണ്. ഈ നക്ഷത്രക്കാർ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ്. പുണ്യ സ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തുവരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിതശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 1, 12, 23 തീയതികൾ അനുകൂലമാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ഇവരുടെ ചിലവുകൾ വർദ്ധിച്ചു വരുന്നതുമാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. അതുപോലെ ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ അവരുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം. ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ ചില ഗൃഹ ഉപകരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുന്നതുമാണ്. സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. ഇവരുടെ പൂർവിക സ്വത്തുവകകൾ വിഭജിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ അനുകൂലമായ കാലവുമാണ്. ചില അപവാദങ്ങൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. അതുപോലെ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 14, 28 തീയതികൾ അനുകൂലമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. കുടുംബജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളികളുമായി ചെറിയ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ അവരുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും അവരെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവർ ധാരാളം പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട്. അതുപോലെ ഉന്നത വ്യക്തികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഭൂമി ക്രയവിക്രയം നടത്തുന്നതിനുള്ള അവസരം ഇവർക്ക് ഒത്തുവരുന്നതാണ്. എന്നാൽ ഇത്തരം ഭൂമിയുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ്. ഇവരുടെ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വരുവാൻ ഇടയുണ്ട്. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. വരുമാനം കുറയുകയും ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും.
പ്രത്യേകിച്ചും ജീവിതശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 5, 17, 24 തീയതികൾ അനുകൂലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചിലവുകളും വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. അതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളവർ അത്തരം കാര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥന്മാരെയും മേലധികാരികളെയും നേരിട്ട് കാണുകയും കാലതാമസം ഒഴിവാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്കും മറ്റും കാര്യങ്ങൾ അനുകൂലമാണ്. ഏറ്റെടുക്കുന്ന വ്യവഹാരങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ആകുന്നതുമാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധനയിലൂടെ വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 8, 14, 22 തീയതികൾ അനുകൂലമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇവരുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റവും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ്. വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളികളിൽ നിന്നും മികച്ച പിന്തുണയും ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ്. എന്നാൽ കുറച്ചുകാലം ജീവിത പങ്കാളികളിൽ നിന്നും മാറി താമസിക്കേണ്ടതായി വരുവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഇവർ ഏർപ്പെടുന്ന ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിടുമെങ്കിലും ഈശ്വര കടാക്ഷത്താൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്കുണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകളും വന്നു ചേരുന്നതാണ്. ഇവർ ഭൂമി വിൽപ്പന നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ കടബാധ്യതകൾ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ മഹിളാ കൂട്ടായ്മ പ്രവർത്തകർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ്. ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തുവരുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും. 4, 18, 27 തീയതികൾ അനുകൂലമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ്. അതുപോലെ
ജീവിത പങ്കാളികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ്. സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. നക്ഷത്രപ്പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ്. കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുത്രസുഖവും കുടുംബ സുഖവും ഇവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ്. തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനനേട്ടവും സുഖസൗകര്യങ്ങളും വന്നു ചേരുന്നതുമാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 8, 14, 22 തീയതികൾ അനുകൂലമാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്നാൽ സ്ഥാനമാനങ്ങളും ധനനേട്ടങ്ങളും ഇവരെ തേടി എത്തുന്നതുമാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുന്നത് ഗുണകരമായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് സന്താനങ്ങളെ വേർപിരിഞ്ഞിരിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വീട് പുതുക്കിപ്പണിയുവാൻ അവസരം ഒത്തുവരുന്നതാണ്. പുതിയ വീട് പണിയുമ്പോഴും നിലവിലുള്ള ഭവനത്തിൻ്റെ പ്ലാനിൽ ഭേദഗതി വരുത്തി പണിയെടുക്കുമ്പോഴും വാസ്തു പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും. വിശ്വാസികളായവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈശ്വര പ്രശ്നചിന്ത ചെയ്ത് ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർക്ക് പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതാണ്. പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. വാക്കുകളും പ്രവൃത്തികളും നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിതശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 10, 17, 23 തീയതികൾ അനുകൂലമാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിയിൽ സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ജോലിസ്ഥലത്തുള്ള
അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു വരുന്നതാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട്. അതിനാൽ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ്. തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ മനപ്രയാസം നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും പുതിയ പദവികളും വന്നു ചേരുന്നതാണ്. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 5, 15, 26 തീയതികൾ അനുകൂലമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതുമാണ്. എന്നാൽ ഏർപ്പെടുന്ന ചില കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരുവാനും ഇടയുണ്ട്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. പൊതുവെ സുഖകരമായ കുടുംബ ജീവിതം ഇവർക്കുണ്ടാകുന്നതുമാണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട്. അതുപോലെ പുതിയ വസ്ത്രങ്ങളും ആഡംബര വസ്തുവകകളും ഇവർക്ക് കൈവശം വന്നു ചേരുന്നതുമാണ്. ഇവർ ഉൾപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 7, 17, 27 തീയതികൾ അനുകൂലമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇവരുടെ പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ്. കുടുംബ സുഖവും മനസുഖവും വന്നു ചേരുന്നതുമാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുമെങ്കിലും അവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുന്നതാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. എന്നാൽ ഇവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കടബാധ്യതകൾ തീർക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ്. ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്.
കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രേമകാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാദി കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 4, 16, 26 തീയതികൾ അനുകൂലമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ കൃത്യനിഷ്ഠതയും സത്യസന്ധതയും പുലർത്തുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുമാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും വർദ്ധിച്ചു വരുന്നതാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ബന്ധുജനങ്ങളുമായി അടുത്ത് ഇടപഴകുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ്. കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. എന്നാൽ സർക്കാർ ജോലികളിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് കഠിന പരിശ്രമം ആവശ്യമായി വരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതാണ്. നക്ഷത്രപ്പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 2, 9, 15 തീയതികൾ അനുകൂലമാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ധനസമൃദ്ധിയും സന്താന ഗുണവും സുഖ അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. കുടുംബജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ്. കുടുംബ സംഗമങ്ങളും മറ്റും സംഘടിപ്പിക്കുവാൻ ഇവർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഇത്തരം യാത്രകൾ കൊണ്ട് ഇവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാർ ഗൃഹ ഉപകരണങ്ങളും മറ്റ് ആഡംബര വസ്തുവകകളും വാങ്ങുന്നതിനായി പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ഈ നക്ഷത്രക്കാരായ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ പലവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ തൊഴിലിടങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 4, 15, 23 തീയതികൾ അനുകൂലമാണ്.
ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും അതിനനുസരിച്ച് വർദ്ധിച്ചു വരുന്നതാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ കുടുംബങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർക്ക് പൂർവിക സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനായി മുന്നിട്ടിറങ്ങി പരിശ്രമിക്കാവുന്നതുമാണ്. പത്രപ്രവർത്തകർക്കും മറ്റും അനുകൂലമായ കാലമാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ്. പല കാര്യങ്ങൾക്കുമായി ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടേണ്ടി വരുവാൻ ഇടയുണ്ട്. ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ്. എന്നാൽ അവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുന്നത് ഗുണകരമായിരിക്കും. അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 4, 16, 26 തീയതികൾ അനുകൂലമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഇവർക്ക് കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതുമാണ്. ജോലിസ്ഥലത്ത് എല്ലാവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ്. എന്നാൽ ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ഇവർക്ക് കള്ളന്മാരിൽ നിന്നും ശല്യമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ ഭവനം പൂട്ടി യാത്രയാകുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ്. ഇവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് സ്വർണ്ണാഭരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോൾ നഷ്ടം വന്നു ചേരാൻ ഇടയുണ്ട്. അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 14, 28 തീയതികൾ അനുകൂലമാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ചില സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ഇവരോട് അസൂയ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഗുണകരമായിരിക്കും. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
ചില കാര്യങ്ങളിൽ മനോവിഷമം വന്നുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അയൽവക്കക്കാരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ലാഭം ലഭിക്കണമെന്നില്ല. അതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സന്താന സൗഖ്യവും ധനസമൃദ്ധിയും സ്ത്രീകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട്. കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്നും വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. നല്ല വാക്കുകളാൽ മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ്. ഇവർക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 4, 12, 26 തീയതികൾ അനുകൂലമാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ കഴിവ് തെളിയിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തുവരുന്നതുമാണ്. വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ്. നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ മറ്റുള്ളവരാൽ വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ജനങ്ങളിൽ നിന്നും വേണ്ടത്ര ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. അതുപോലെ സഹോദരന്മാരുടെ കാര്യത്തിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ കുടുംബ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും സഹോദരന്മാർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്നവർ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ മക്കളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഉചിത തീരുമാനം കൈക്കൊള്ളുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികളായവർക്ക് ഇത്തരം കാര്യങ്ങൾക്കായി ജാതക പരിശോധന ചെയ്ത് ഉത്തമ തീരുമാനം എടുക്കാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 14, 26 തീയതികൾ അനുകൂലമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇവർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബ ജനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ കുടുംബജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നതുമായിരിക്കും. എഴുത്തുകാർക്കും മറ്റു സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ്. കാലത്തിനനുസരിച്ച സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർക്ക് കിട്ടുവാനുള്ള പണം കൈവശം വന്നു ചേരുന്നതാണ്. അതുപോലെ പരസ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്.
ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും. 5, 15, 25 തീയതികൾ അനുകൂലമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ പ്രയാസം നേരിടുന്നതുമാണ്. സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. എന്നാൽ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അന്യദേശത്ത് താമസിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. ഇവർക്ക് അധിക യാത്രകൾ ആവശ്യമായി വരികയും സഞ്ചാരക്ലേശം അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂല കാലമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും മറ്റും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം ഒത്തുവരുന്നതാണ്. ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ഉദരവ്യാധികൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ്. 4, 16, 26 തീയതികൾ അനുകൂലമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിസ്ഥലത്ത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച ചിലവുകളും വന്നു ചേരുന്നതാണ്. ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രാപ്തരായ വ്യക്തികളുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നത് ഗുണകരമായിരിക്കും. ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും ചില കാര്യങ്ങൾക്ക് അപമാനം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ സുഹൃത്തുക്കളുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോടെ ജോലി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പല യാത്രകളും ഇവർക്ക് ആവശ്യമായി വരുന്നതാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 10, 25 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.